Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. വാളകം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ ഒരാഴ്ചയെ തുടരുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനെതിരെയാണ് ഇടതുപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. വാളകം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയെ തുടരുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പഞ്ചായത്തിലെ ജനജീവിതത്തെ ദുരിതത്തിലാക്കിയ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാറയരുതോട്ടം പമ്പ് ഹൌസിൽ നിന്ന് കുടിവെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള പ്രധാന മോട്ടോർ തകരാറിലായതിനെ തുടർന്ന് പകരം സംവിധാനം ഏർപ്പെടുത്താത്തതിനാൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയും അലംഭാവവും ഉണ്ടായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മെമ്പർമാർ വാട്ടർ അതോറിറ്റി മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി പ്രതിഷേധിച്ചത്. നിലവിലുള്ള രണ്ടാമത്തെ മോട്ടോർ കേടുപാടുകൾ തീർത്ത് പ്രവർത്തനക്ഷമമായി സൂക്ഷിക്കാത്തതും ജലക്ഷാമം രൂക്ഷമായ ഇടുങ്ങിയ റോഡുകളുള്ള സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാത്തതും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. 12-ാം തീയതി മുതൽ കുടിവെള്ളം വിതരണം വാട്ടർ അതോറിറ്റിയുടെ മുടങ്ങുകയും ഈ നാളിതുവരെ പ്രത്യേകിച്ച് വിഷു പോലുള്ള ദിവസം ഇത്രയും വേനൽ കടുക്കുകയൊക്കെ ചെയ്തിട്ടും പഞ്ചായത്ത് വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന തരത്തിലാണ് ഇവിടെ ഇയുടെ ഓഫീസിൽ വന്ന് ഇയോട് വാട്ടർ അതോറിറ്റിയാണ് വെള്ളം എത്തിക്കേണ്ടത് എന്ന തരത്തിൽ ഞങ്ങൾ ഇയെ കാണുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് വളം ഗ്രാമപഞ്ചായത്തിൽ വെള്ളം എത്തിച്ചു കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ കുടിവെള്ളം മുടങ്ങിയപ്പോൾ ചെയ്യേണ്ടത് വാളവും പഞ്ചായത്താണെന്നും പഞ്ചായത്ത് നാളെ ഇതുവരെയും വാക്കാൽ വിളിച്ച് വെള്ളം മുടങ്ങിയ കാര്യം പറഞ്ഞതല്ലാതെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഒരു കത്ത് വാങ്ങി കളക്ടർ മുഖാന്തരമോ ഏതെങ്കിലും തരത്തിൽ അവിടെ കുടിവെള്ള വിതരണം നടത്തുവാൻ വണ്ടിവെള്ളം എത്തിക്കുവാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ഒരാഴ്ച കാലമായിട്ട് ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. കുടിവെള്ളം ഇപ്പോൾ വാളകം പഞ്ചായത്ത് ഒരു വണ്ടിയിൽ 15 വാർഡിലേക്കായിട്ടാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. ഈ 15 വാർഡിലേക്ക് വെള്ളം ഒരു വണ്ടിയിൽ എത്തിയ മാക്സിമം ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ഓരോ വാർഡിലും ഒരു വണ്ടി വെള്ളം എത്തും. ഒരു വണ്ടി വെള്ളം എത്തുമ്പോൾ 1000-ന് മേളിൽ വോട്ടർമാർ തന്നെയുണ്ട്. ജനസംഖ്യ എടുത്താൽ കൊച്ചു കുട്ടികളടക്കം ഒരു 1500 പേര് 2000 പേരൊക്കെ ഉള്ള വാർഡുകളിൽ ഒരു 2000 ലിറ്ററിൻ്റെ ഒരു വണ്ടി വെള്ളം വന്നാൽ എങ്ങനെ കുപ്പിയിൽ വെള്ളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഈ ദുരിതത്തിനൊരു പരിഹാരം കാണുവാനാണ് ഞങ്ങളിവിടെ വന്നതും ഇയെ കണ്ടതും. ഈ പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തിനകം പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടന്നില്ലെങ്കിൽ വലിയ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വലിയൊരു പ്രക്ഷോഭം തന്നെ വാട്ടർ അതോറിറ്റിയിലേക്കും അതോടൊപ്പം തന്നെ വാളകം ഗ്രാമപഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥയും മാത്രം നടക്കുന്ന പഞ്ചായത്തിലേക്കും പോകേണ്ടി വരുന്നു. പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ളത് ഏതോ ടൂർ പ്രോഗ്രാമിലോ എവിടെയാണെന്നാണ് കേട്ടത്. എന്തായിരുന്നാലും പ്രസിഡൻറ്റിന് എവിടെയാണെന്ന് അറിയില്ല. പ്രസിഡൻറ്റിനെ വിളിച്ചിരുന്നു. പ്രസിഡൻറ്റ് പറഞ്ഞത് വെള്ളം വാട്ടർ അതോറിറ്റിയാണ് തരേണ്ടത്. അത് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. മോട്ടർ 2 ദിവസം കഴിയുമ്പോൾ നന്നാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെള്ളം കിട്ടിയിട്ടില്ല. കേടായ മോട്ടോർ 2 ദിവസത്തിനുള്ളിൽ നന്നാക്കി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും രണ്ടാമത്തെ മോട്ടോർ പ്രവർത്തനക്ഷമമായി സൂക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി. മെമ്പർമാരായ CV ഷേർലി, മഞ്ജു ബിനോയ്, PS രാജേഷ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.